ഹേയ്! അപ്പോൾ കുഞ്ഞിപ്പെണ്ണുണ്ടായിട്ട് ഫസ്റ്റ് ഞങ്ങളൊരു ടൂറ് പോവാ കേട്ടോ. അവളെയും കൊണ്ട് ആദ്യമായിട്ട് വെളിയിലിറങ്ങുന്നതാണ്. ഇത് കണ്ടോ, പ്രകൃതി രമണീയായ വലിയൊരു ബംഗ്ലാവ്, ഒരു മാൻഷൻ തന്നെ അല്ലേ? അതെ, ഞാൻ മാൻഷൻ എന്ന് വെറുതെ പറഞ്ഞതല്ല, ഇതൊരു മാൻഷൻ ഹൗസ് തന്നെയാണ് കേട്ടോ. ഒരു റിസോർട്ടൊക്കെ പോലെ തോന്നില്ലേ? അടിപൊളി. അപ്പോൾ ഇതെന്താണെന്നല്ലേ, സത്യത്തിൽ ഞങ്ങൾ ടൂർ വന്നൊന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ കൗൺസിലിൻ്റെ ബർത്ത് രജിസ്ട്രി ഓഫീസാണ്. മാൻഷൻ ഹൗസ് എന്ന് തന്നെയാണ് പറയുന്നത്. ആ പേരങ്ങനെയാണ്. ഒരു പഴയ വലിയൊരു ബംഗ്ലാവ് തന്നെയാണിത്. സോ അതിൻ്റെ ലിഫ്റ്റൊക്കെ കണ്ടോ, പഴയ മോഡലിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചാലൊക്കെ വരുള്ളൂ. സത്യം പറയാൻ എനിക്ക് അതിനകത്ത് കയറിയപ്പോൾ ഒരു പേടിയായിപ്പോയി. എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈബ്രേഷൻ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് കണ്ട ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ ഓർമ്മ വന്നുപോയി. സോ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. ഒട്ടും തിരക്കില്ല, നമുക്ക് അപ്പോയിൻമെൻറ്റ് നേരത്തെ തന്നെ കിട്ടും. നമ്മൾ ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ മതി. ആ ഷാർപ്പ് ടൈമിൽ നമ്മൾ അവിടെ വന്നേച്ചാൽ മതി. അങ്ങനെ തിരക്കോ ബഹളോ ഒന്നുമില്ല, നല്ല അടിപൊളി. സമയമാകുമ്പോൾ നമ്മളെ അവർ അകത്തോട്ട് കയറ്റും. ആദ്യമായിട്ട് വെളിയിൽ ഇറങ്ങിയോണ്ട് കാറ് പൊളിക്കുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. വളരെ ഡീസൻ്റായിട്ട് നല്ല മിടുക്കി കൊച്ചായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. അവരത് പറയുകയും കൂടെ ചെയ്തു, നല്ല മിടുക്കി കൊച്ചാണല്ലോ, അവൾ കാറേ ഇല്ലല്ലോ എന്ന്. ഹേയ്, അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതിനുള്ളിലാണുള്ളത്. നല്ല ക്യൂട്ടായിട്ടാണ് തരുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 12.5 പൗണ്ട്സ് നമ്മൾ പേ ചെയ്യണം. പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഒരു കോപ്പി ഒരു അഡ്ജ് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റേർഡ് ആണിത്, നമുക്ക് എത്ര പ്രിൻറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. സോ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കിട്ടി, ഇവിടെ രജിസ്റ്ററും ചെയ്തു അവളെ.